കാരണം സുഹൃത്തുക്കളെ, VFAക്ക് തയ്യാറെടുക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ ഒരു ഗവൺമെന്റ് സർവീസാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിലേക്കുള്ള ക്ലാസ്സുകളാണ്. ഇംഗ്ലീഷും ക്ലാസ് വേറെയുണ്ട്, മലയാളം ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജനറൽ നോളജ് വിഭാഗത്തിലുള്ള ക്ലാസ്സുകളാണ് തുടങ്ങുന്നത്. എല്ലാവരും നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇവിടെ എങ്ങനെ ആൻസറിലേക്ക് എത്തും? ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, ആദിഭാഷ ചട്ടമ്പിയുടെ 3 കൃതികൾ നമ്മൾ പഠിച്ചു. ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ, ഒന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏതൊക്കെയാന്ന് ചോദിച്ചു. പിന്നെ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെ എന്ന് നോക്കി. പിന്നെ ഇവിടെ ഏതാണ് ചോദിച്ചത്? വൈകുണ്ഠ സ്വാമികളുടെ കൃതികളുമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ 3 പേരുടെ കൃതികൾ നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വിട്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരുവാണ് SNDP സ്ഥാപിക്കുന്നത് അല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെ, SNDP 1903 മെയ് മാസം 15-ാം തീയതി കൊല്ലം ജില്ലയിലാണ് അദ്ദേഹം SNDP സ്ഥാപിക്കുന്നത്. അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ആത്മോപദേശ ശതകം, ആത്മോപദേശ ശതകം. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? ദർശനമാല. ഏതാണ്? ദർശനമാല. ആത്മോപദേശ ശതകം, ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം, പിന്നെ ചിദംബരാഷ്ടകം, ഏതാണ്? ചിദംബരാഷ്ടകം. പിന്നെ ഒടുവിലൊടുക്കം. എന്താണ്? ഒഴുവിലൊടുക്കം. ഈശവാസ്യോപനിഷത്ത്. ഏതാണ്? ഈശാവാസ്യോപനിഷത്ത്. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ആത്മോപദേശ ശതകം, ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം, ചിദംബരാഷ്ടകം, ഒഴുവിലൊടുക്കം, ഈശവാസ്യോപനിഷത്ത്. അതേപോലെ കൂടെ ചേർത്ത് പഠിക്കേണ്ടത് ശിവശതകം. ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ശിവശതകം, ദൈവദശകം ഇമ്പോർട്ടന്റ് ആണ്. ശിവശതകം, ദൈവദശകം ട്ടോ, ദൈവദശകം. പിന്നെ ദർശനമാല നമ്മൾ പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ ജീവകാരുണ്യ പഞ്ചകം. ഏതാണ്? ജീവകാരുണ്യ പഞ്ചകം. പിന്നെ വരുന്നത് ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം. ജാതി എന്ന് തുടങ്ങുന്നതിൽ ഏതൊക്കെയുണ്ട്? ജാതി മീമാംസയുണ്ട്. ജാതി ലക്ഷണം, ജാതി നിർണയം. ഇത് 3 ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. അപ്പൊ ഇത്രയും കൃതികൾ എന്ത് ചെയ്യുക? നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെതാന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആത്മോപദേശ ശതകം, ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം, ചിദംബരാഷ്ടകം, ഒഴുവിലൊടുക്കം, ഈശവാസ്യോപനിഷത്ത്, ശിവശതകം, ദൈവദശകം, പിന്നെ ജീവകാരുണ്യ പഞ്ചകം,
ജാതി മീമാംസ, ജാതി ലക്ഷണം, ജാതി നിർണയം ഇതൊക്കെ ആരുടേതാണ്? ശ്രീ നാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ കൃതി നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു. ഒന്ന് ആദിഭാഷ അല്ലെ, ഏതാണ്? ആദിഭാഷ പഠിച്ചു. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? പ്രാചീന മലയാളം അല്ലെ, ആദിഭാഷ പ്രാചീന മലയാളം, ആദിഭാഷ പ്രാചീന മലയാളം. പിന്നെ ഏതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ എന്താ പഠിച്ചത്? ആദിഭാഷ, പിന്നെ പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് കേട്ടോ. വേദാധികാര നിരൂപണം, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രദീപ ഖണ്ഡനം, മോക്ഷപ്രദീപ ഖണ്ഡനം, അവിടെ ഒരു ഖണ്ഡനം എന്ന വാക്കുണ്ട് കേട്ടോ. മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ നിജാനന്ദ വിലാസം, നിജാനന്ദ വിലാസം. ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. ചട്ടമ്പി സ്വാമികളുടെ ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രദീപ ഖണ്ഡനം, നിജാനന്ദ വിലാസം ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഇനി നമുക്ക് വൈകുണ്ഠ സ്വാമികൾ നോക്കാം. വൈകുണ്ഠ സ്വാമികൾ നമുക്ക് പഠിക്കാം. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. സമത്വ സമാജം ഇപ്പോ 1836 എന്ത് ചെയ്യുന്നുണ്ട്? വൈകുണ്ഠ സ്വാമികൾ നവോത്ഥാനത്തിൽ തന്നെ ആദ്യത്തെ സംഘടനയാണ് ഏത്? ഈ സമത്വ സമാജം എന്ന് പറയുന്നത്. അത് സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ട് നമ്മളിപ്പോ ഇവിടെ നോക്കിയത് ഏതാണ്? ഒന്ന് അഖിലത്തിരുട്ട് അല്ലെ. ഏതാണ്? അഖിലത്തിരുട്ട്. പിന്നെ അരുൾനൂല്, അഖിലത്തിരുട്ട്, അരുൾനൂൽ ഇതൊക്കെ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അഖിലത്തിരുട്ട്. അതേപോലെ പിന്നെ അദ്ദേഹത്തിന്റെ പറയേണ്ടത് ഈ തൂവയൽ പന്തിക്കൂട്ടായ്മ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൂവയൽ പന്തിക്കൂട്ടായ്മ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികൾ. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് അല്ലെ. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അതേപോലെ തന്നെ സോമിത്തോപ്പ്, മുന്തിരിക്കിണർ സ്ഥാപിച്ചത് എവിടെയാണ്? സോമിത്തോപ്പിലാണ് അല്ലെ. സോമിത്തോപ്പ് എവിടെയാ? കന്യാകുമാരിയിലാണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ അതേ വൈകുണ്ഠ സ്വാമികളുമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത് കേട്ടോ. അയ്യാവഴി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിഴൽത്താങ്കൽ, അദ്ദേഹത്തിന്റെ ആരാധനാലയമാണ് നിഴൽത്താങ്കൽ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അഖിലത്തിരുട്ട് ഇത് രണ്ടെണ്ണമാണ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഇത് മൂന്നെണ്ണം വെരി ഇമ്പോർട്ടന്റ് ആണ്. സമത്വ സമാജം 1836 സ്ഥാപിക്കുന്നത് വൈകുണ്ഠ സ്വാമികൾ. അഖിലത്തിരുട്ട്, അരുൾനൂലാണ് രണ്ട് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികളാണ്. അഖിലത്തിരുട്ടും അരുൾനൂലും. തൂവയൽ പന്തിക്കൂട്ടായ്മ, അതുപോലെ മുന്തിരിക്കിണർ സ്ഥാപിച്ചത് സ്വാമിത്തോപ്പിലാണ്. അദ്ദേഹത്തിന്റെ ആരാധനാലയങ്ങൾ അയ്യാവഴിയിലെ അദ്ദേഹത്തിന്റെ ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആരാധനാലയങ്ങളാണ് നിഴൽത്താങ്കൽ എന്നൊക്കെ അറിയപ്പെട്ടത്. അപ്പൊ ഗുരു, ചട്ടമ്പി, വൈകുണ്ഠ സ്വാമികൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? നമുക്ക് ആൻസറിലേക്ക് നോക്കാം. നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇതിൽ ആൻസറിലേക്ക് നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ചോദ്യം വന്നു അല്ലേ. അപ്പൊ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുമ്പോൾ 1916 മുതൽ 1920 വരെയാണ് കേട്ടോ. 1916 മുതൽ 1920 വരെയാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അതില് 1916 ആദ്യത്തെ ഒന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നു 1916. അതിന്റെ അധ്യക്ഷ ആരാണ്? ആനി ബസന്റ് ആണ്. ആരാണ്? ഇപ്പൊ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ആനി ബസന്റ് ആണ് 1916 ഒന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷ ആനി ബസന്റ്. അത് എവിടെ വെച്ചിട്ടായിരുന്നു? പാലക്കാട് ജില്ലയിലായിരുന്നു. എവിടെയായിരുന്നു?
പാലക്കാട് ജില്ലയിലായിരുന്നു. ഇനി 1917 അടുത്ത വർഷം രണ്ടാമത്തെ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നു. എവിടെ വെച്ചിട്ടാണ്? അത് കോഴിക്കോട് വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം രണ്ടാമത്തേത് നടക്കുന്നത്. അതിന്റെ അധ്യക്ഷത വഹിച്ചത് CP രാമസ്വാമി അയ്യറാണ്. ആരാണ്? CP രാമസ്വാമി അയ്യർ. രാമസ്വാമി അയ്യരാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. അടുത്തത് 1918 മൂന്നാമത്തെ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം എവിടെ വെച്ച് നടന്നു? അത് തലശ്ശേരിയിൽ വെച്ചിട്ട് നടന്നു. എവിടെ വെച്ചിട്ടാണ്? തലശ്ശേരിയിൽ വെച്ച് നടന്നു. അതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആസിം അലി ഖാൻ ആണ്. ആരാണ്? ആസിം അലി ഖാൻ. ആസിം അലി ഖാൻ ആണ് മൂന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത്. അടുത്തത് 1919 നാലാമത്തെ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നു. 19 ഇവിടെ വെച്ചിട്ടാണ്? വടകരയിൽ വെച്ചിട്ടാണ് കേട്ടോ. വടകരയിൽ വെച്ചിട്ട് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നു. അതിൽ അധ്യക്ഷത വഹിച്ചത് KP രാമൻ മേനോനാണ്. ആരാണ്? KP രാമൻ മേനോൻ. KP രാമൻ മേനോൻ. തെറ്റിക്കാൻ പാടില്ല. ചോദ്യങ്ങൾ എന്നും മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാനായിട്ട് സാധിക്കും. നാലാമത്തത് KP രാമൻ മേനോൻ വടകരയിൽ വെച്ചിട്ടാണ് കേട്ടോ. അടുത്തത് 1920 അഞ്ചാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നു. 1920 കേട്ടോ. 1920 എവിടെ വെച്ചിട്ടാണ്? മഞ്ചേരിയിൽ വെച്ചിട്ടാണ്. എവിടെ? മഞ്ചേരിയിൽ. അത് അധ്യക്ഷത വഹിച്ചത് ആരാണ്? കസ്തൂരി രംഗ അയ്യങ്കാർ ആണ്. ആരാണ്? കസ്തൂരി രംഗ അയ്യങ്കാർ. കസ്തൂരി രംഗ അയ്യങ്കാർ ആണ് അധ്യക്ഷത വഹിച്ചത്. ആദ്യം ഇത് പഠിക്കണം കേട്ടോ. 1916 മുതൽ 1920 വരെയാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നത്. ഒന്നാമത്തെ ജില്ലാ കോൺഗ്രസ് സമ്മേളനം പാലക്കാട് വെച്ചിട്ടാണ് നടന്നത്. പാലക്കാട്. അധ്യക്ഷത ആനി ബസന്റ്. 1917 രണ്ടാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. അത് CP രാമസ്വാമി അയ്യരാണ്. രാമസ്വാമി അയ്യര്. 1918 മൂന്നാമത്തേത് തലശ്ശേരിയിൽ വെച്ച് നടന്നു. അത് ആസിം അലി ഖാൻ ആണ്. ആസിം അലി ഖാൻ ആണ്. അടുത്തത് നാലാമത്തേത് വടകരയിൽ വെച്ചിട്ട് നടന്നു. അത് KP രാമൻ മേനോനാണ് അധ്യക്ഷത വഹിച്ചത്. അഞ്ചാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് നടന്നു. അധ്യക്ഷത വഹിച്ചത് കസ്തൂരി രംഗ അയ്യങ്കാർ ആണ്. കസ്തൂരി രംഗ അയ്യങ്കാർ ആണ് കേട്ടോ. അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കണം. അതേപോലെ ഇതില് നമുക്ക് 2025 ലാസ്റ്റ് ഒരു എക്സാം, 2025 ലാസ്റ്റോ 2026 ഫസ്റ്റോ ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ അഞ്ചാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് നടന്നു എന്ന് പറഞ്ഞില്ലേ 1920 അതിൽ നടന്ന ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചർച്ച ചെയ്ത വിഷയങ്ങൾ, ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദ്യം നിങ്ങൾ ചോദിച്ചു. അതിൽ 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന് ഭരണ പരിഷ്കരണം. ഒന്നെന്താണ്? ഭരണ പരിഷ്കരണമാണ് ഒന്ന് ചർച്ച ചെയ്ത വിഷയം. ഭരണ പരിഷ്കരണം പഠിച്ചു വെക്കണം. രണ്ടാമത്തെ വിഷയം കുടിയാൻ പ്രശ്നം. ഏതാണ്? കുടിയാൻ പ്രശ്നമാണ് രണ്ടാമത്തത് ചർച്ച ചെയ്തത്. മൂന്നാമത്തത് ചർച്ച ചെയ്തത് ഖിലാഫത്താണ്. മൂന്നാമത്തത് ഏതാണ്? ഖിലാഫത്ത് പഠിച്ചു വെക്കണം കേട്ടോ. 3 കാര്യങ്ങളാണ് അഞ്ചാമത്തെ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ മഞ്ചേരിയിൽ വെച്ച് നടന്ന കസ്തൂരി രംഗ അയ്യങ്കാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ചർച്ച ചെയ്ത 3 വിഷയങ്ങൾ. ഒന്ന് ഭരണപരിഷ്കരണങ്ങളും കുടിയാൻ പ്രശ്നവും ഖിലാഫത്തും. 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് കേട്ടോ. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ചിട്ട് ഇനി തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ആനി ബസന്റ് ആണ് അല്ലെ? ഏതാണ്? ആനി ബസന്റ് കേട്ടോ. B ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? തെറ്റിക്കാൻ പാടില്ല. 1916 ആനി ബസന്റ് പാലക്കാട്. 1917 ആനി ബസന്റ് കഴിഞ്ഞാൽ സർ CP രാമസ്വാമി അയ്യർ കോഴിക്കോട്. പാലക്കാട്, കോഴിക്കോട്. ഓക്കെ. 1918 ആസിം അലി ഖാൻ തലശ്ശേരി. 4 KP രാമൻ മേനോൻ വടകര. നാലാമത്തെ വടകര. അഞ്ചാമത്തെ സമ്മേളനം കസ്തൂരി രംഗ അയ്യങ്കാർ മഞ്ചേരി. ചർച്ച ചെയ്ത വിഷയങ്ങൾ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്.
ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ആരാണ് നിലവിലെ വിദേശകാര്യ സെക്രട്ടറി? വിക്രം മിശ്രിയാണ് കേട്ടോ. വിക്രം മിശ്രിയാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. ഇദ്ദേഹം ഏതാണ്? IFS ആണ് കേട്ടോ. IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ് കേട്ടോ. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആര് എന്ന് പറയുന്നത്? വിക്രം മിശ്രി എന്ന് പറയുന്നത്. 2024 ജൂലൈ മാസം 15-നാണ് ഇദ്ദേഹം ഈ വിദേശകാര്യ സെക്രട്ടറി എന്ന അധികാര പദവിയിൽ ഏറുന്നത് കേട്ടോ. വിക്രം മിശ്രിയാണ്. അപ്പോൾ കെ ജയകുമാർ ആരാണ്? കെ ജയകുമാർ ഇദ്ദേഹം ആരാണ്? നമ്മുടെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആണ്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആണ് കെ ജയകുമാർ എന്ന് പറയുന്നത്. ശശി തരൂർ ആരാ? തിരുവനന്തപുരംകാരനാണ് അല്ലേ? ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോകസഭാംഗമാണ് കേട്ടോ. അതേപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമാണ്. മുൻ കേന്ദ്രമന്ത്രിയും ലോകസഭാംഗവുമായ തിരുവനന്തപുരംകാരനാണ് ശശി തരൂർ എന്ന് പറയുന്നത്. ഇനി അമിതാഭ് കാന്ത് നീതി ആയോഗിന്റെ ആരായിരുന്നു ഇദ്ദേഹം? നീതി ആയോഗിന്റെ മുൻ CEO ആണ്. നീതി ആയോഗിന്റെ മുൻ CEO ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ G20 ഉണ്ടല്ലോ, G20 ഷെർപ്പയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയും കൂടിയിട്ടാണ് അമിതാഭ് കാന്ത് കേട്ടോ. വിക്രം മിശ്രി ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറിയാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ്. 2024 ജൂലൈ 15-നാണ് അധികാരമേൽക്കുന്നത്. കെ ജയകുമാർ നമ്മുടെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോകസഭാ അംഗവും അതേപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമാണ്. അമിതാഭ് കാന്ത് നീതി ആയോഗിന്റെ മുൻ CEO ആണ്. അമിതാഭ് കാന്ത്. അതേപോലെ തന്നെ അദ്ദേഹം G20 ഷെർപ്പ കൂടിയിട്ട് ആണ്. 2004 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? 1904 വർഷം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? ഏതാണ്? 1904 ഗാന്ധിജി ആരംഭിച്ച പത്രം. ഈ ഡർബൻ പറഞ്ഞ സ്ഥലം എവിടെയാണ്? ഡർബൻ എന്ന് പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിലാണ് കേട്ടോ. ഡർബൻ എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ് ഡർബൻ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ ആണോ? അപ്പൊ 1904 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇവിടെ പഠിച്ചു വെക്കണം. 1904 ഇന്ത്യൻ ഒപ്പീനിയൻ പഠിച്ചു വെക്കണേ. ഇന്ത്യൻ ഒപ്പീനിയൻ 1904. 1909 അദ്ദേഹം ഹിന്ദു സ്വരാജ് എഴുതുന്നത് കേട്ടോ. ഹിന്ദു സ്വരാജ് എഴുതുന്നത് 1909. 1919 യങ് ഇന്ത്യ ഏതു ഭാഷയിലാണ്? യങ് ഇന്ത്യ ഇംഗ്ലീഷിലാണ് കേട്ടോ. യങ് ഇന്ത്യ ഏതിലാണ്? ഇംഗ്ലീഷില്. അതേപോലെ നവജീവൻ ഏതു ഭാഷ? ഗുജറാത്തി ഭാഷയിൽ കേട്ടോ. ഗുജറാത്തി ഭാഷയിൽ നവജീവൻ കേട്ടോ. ഇതിന്റെ പത്രാധിപരായിട്ട് ചുമതലയിൽ ഏൽക്കുന്നത് ആരാണ്? എപ്പോഴാണ്? 1919. 1933 ഇദ്ദേഹം ഹരിജൻ എന്ന പേരിൽ ഒരു വാരിക ആരംഭിക്കുന്നത്. ഹരിജൻ ഒരു വാരികയാണ് കേട്ടോ. ഹരിജൻ വാരിക ആരംഭിക്കുന്നത് 1933. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ PSC ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടും രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടിട്ടുമാണ് അല്ലേ? അപ്പൊ നമുക്ക് ഗാന്ധിജിയുടെ കാര്യങ്ങൾ ആദ്യം നോക്കാം. ഗാന്ധിജിയുടെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു. യങ് ഇന്ത്യ എപ്പോഴാന്ന് പറഞ്ഞത്? യങ് ഇന്ത്യ 1919 ഇംഗ്ലീഷിലാണ്. നവജീവനും 1919 തന്നെയാണ്. ഗുജറാത്തി ഭാഷയിലാണ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഒപ്പീനിയൻ 1904 അദ്ദേഹം ആരംഭിച്ചത് എന്ന് പറഞ്ഞു. 1933 ഹരിജൻ എന്ന വാരിക ആരംഭിക്കുന്നത്. 1933 1904 ഇന്ത്യൻ ഒപ്പീനിയൻ. 1904
ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ കേട്ടോ. 1904. 9 യങ് ഹിന്ദു സ്വരാജ്. 9 ഹിന്ദു സ്വരാജ്. 1909 ഹിന്ദു സ്വരാജ് എഴുതി. 19 യങ് ഇന്ത്യയും നവജീവനും. 1933 ഹരിജൻ എന്ന വാരികയും അദ്ദേഹം എഴുതുന്നുണ്ട്. ഇദ്ദേഹം അതേപോലെ തന്നെ 1901 ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യങ്ങളെങ്കിൽ ചോദിക്കാറുണ്ട്, PSC ചോദിക്കാറുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടാണ് ചോദ്യമെങ്കിൽ ഓക്കെ, നമുക്കത് ഇവിടെ തന്നെ എഴുതാം. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ 1901 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് പ്രീവിയസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്, 1901 എന്നാൽ 1924 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം എവിടെ വെച്ച് നടന്നത്? ബൽഗാം സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബൽഗാം സമ്മേളനത്തിൽ അദ്ദേഹം അതിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. 1901 ജസ്റ്റ് ഒന്ന് അതിൽ പങ്കെടുത്തേ ചെയ്തിട്ടുള്ളൂ. 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറി. അത് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ബൽഗാം സമ്മേളനത്തിലാണ് കേട്ടോ. ബൽഗാം പ്രീവിയസ് ചോദ്യമാണ്. 1901 പങ്കെടുത്തു. 24 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം മാറി. പിന്നെ നമുക്ക് ഗാന്ധിജിയെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ നമ്മളൊക്കെ എന്താണ് ഹിസ്റ്ററി ഓരോരോ സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. 1917 അദ്ദേഹം ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് അല്ലേ. ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിൽ അല്ലേ. ചമ്പാരനിലെ നീലം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1918 അദ്ദേഹം ഖേദ സത്യാഗ്രഹം അഹമ്മദാബാദിൽ നടത്തുന്നത് കേട്ടോ. ഖേദ സത്യാഗ്രഹം അഹമ്മദാബാദിൽ കേട്ടോ. അപ്പൊ 17 എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. 1917 ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. 1918 ഖേദ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1918 അഹമ്മദാബാദിൽ കേട്ടോ. അഹമ്മദാബാദില് നിരാഹാര സമരം കേട്ടോ. നിരാഹാര സമരം, രണ്ടും വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. 17 ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം, 18 ഖേദ സത്യാഗ്രഹവും നടക്കുന്നുണ്ട്. അഹമ്മദാബാദ് നിരാഹാര സമരവും നടക്കുന്നത് 1918 കേട്ടോ. അത്രയും കാര്യങ്ങൾ ഇവിടെ ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ രാജാറാം മോഹൻ റോയിയെ കുറിച്ചിട്ട് ചോദ്യം എന്തായിരുന്നു? സംവാദ് കൗമുദി അല്ലേ. രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. സംവാദ് കൗമുദി 1821 കേട്ടോ. 1821 ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ കേട്ടോ. 1821 ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി ആരംഭിക്കുന്നത്. ആര്? രാജാറാം മോഹൻ റോയ്. 1821 ഏതാണ്? ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി. ഇതെന്താണ്? ഒരു പത്രമാണ് കേട്ടോ. പത്രമാണ്. ഇനി 1822 പിറ്റത്തെ വർഷം പേർഷ്യൻ ഭാഷയിൽ, ഭാഷകളടക്കം പഠിച്ചു വെക്കണം, തള്ളിക്കളയരുത് കേട്ടോ. 1822 പേർഷ്യൻ ഭാഷയിലാണ് മിറാത്ത് ഉൽ അക്ബർ, മിറാത്ത് ഉൽ അക്ബർ എന്ന പത്രം പേർഷ്യൻ ഭാഷയിൽ 1822 ആരംഭിക്കുന്നത്. 21 സംവാദ് കൗമുദി, 22 പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത്. അതേപോലെ തന്നെയാണ് 1829 ബംഗദൂത് എന്ന ഒരു പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇദ്ദേഹം കേട്ടോ. 1829 ബംഗദൂത് കേട്ടോ. ബംഗദൂത് എന്ന ഒരു പ്രസിദ്ധീകരണം സ്ഥാപിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം 1825 വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത്. വേദാന്ത കോളേജ് അദ്ദേഹം 1825 വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, പഠിക്കണേ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാറാം മോഹൻ റോയിയുടെ ഒരു പുസ്തകമാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ. തുഹ്ഫത്ത് ഉൽ മുവാഹിദീൻ. തുഹ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നതാണ് അതിന്റെ കറക്റ്റ് വാക്ക് കേട്ടോ.
ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, തുഫത്തുൽ മുവാഹിദീൻ ട്ടോ. അതിലെ ജീസസിന്റെ കൽപ്പനകൾ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. 1820 അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്. പിന്നെ ഇവിടെ തെറ്റിക്കാൻ പാടില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ട് പോകുന്നത്. ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിലാണ് മിറാത്തുൽ അക്ബർ, ബംഗാളിലാണ് സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ, ബംഗദൂത് പ്രസിദ്ധീകരിക്കുന്നത്, വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത്, അതേപോലെ തുഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. പിന്നെ നമ്മുടെ രാജാറാം മോഹനെ കുറിച്ചുള്ള വേറെ വിശേഷങ്ങൾ എന്താണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്, ഒന്ന് ശ്രദ്ധിക്കണേ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്, ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത്, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഇതിപ്പോ പെട്ടെന്ന് എത്താൻ കഴിയും. കാരണം പാരീസ് ഉടമ്പടി 1783 എന്ന് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആൻസർ സി വരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസർ. അപ്പൊ ഇവിടെ 3C അല്ല, ഇവിടെയും 3C അല്ല, ഇവിടെയും 3C അല്ല. ആൻസർ ഈസ് എ ആണ്. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതേപോലെ തന്നെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടിയും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതും പാരീസ് ഉടമ്പടിയും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടും ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് 1783 ഒന്ന്. അടുത്തത് ഏതാണ്? 2A അല്ലെ. ബോസ്റ്റൺ ടീ പാർട്ടി 1776 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അടുത്തത് ടെന്നീസ് കോർട്ട് ഏതാണ്? അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സമ്മേളനം. ബോസ്റ്റൺ ടീ പാർട്ടി എപ്പോഴാണ് നടക്കുന്നത്? രണ്ടാമത്തെ ആൻസർ എ വരുന്ന ഓപ്ഷൻ അല്ലേ. സോറി, നമ്മൾ ഒന്ന് ഏത് അടയാളപ്പെടുത്തി? ബോസ്റ്റൺ ടീ പാർട്ടി 1700 ഇവിടെ നമ്മൾ ആൻസർ മിസ്റ്റേക്ക് വന്നു അല്ലെ, അടയാളപ്പെടുത്തിയതിൽ മിസ്റ്റേക്ക് വന്നു. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എപ്പോഴാണ്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. 1773 ഡിസംബർ മാസം 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. മാസം ഡേറ്റ് പഠിക്കണം കേട്ടോ, SCRTയിൽ കിടക്കുന്നുണ്ട്. 1773 ഡിസംബർ മാസം 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. എന്താണ് അതായത് നമുക്കറിയാം ബോസ്റ്റൺ ടീ ആണ് അല്ലെ. ടീ പറയുന്നത് എന്താ? തേയില അല്ലെ. നമ്മുടെ ഇംഗ്ലീഷ് ഗവൺമെന്റ്, അതായത് ഇംഗ്ലീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? തേയിലയുടെ മേല് ഉയർന്ന നികുതി ചുമത്തി. മനസ്സിലാകുന്നുണ്ടോ? ആ ചുമത്തിയതിനെതിരായിട്ടാണ് അമേരിക്കയില് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 1773 ഡിസംബർ മാസം 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഈ 73 ഡിസംബർ മാസം 16 രാത്രിയില് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചിട്ട് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ചെന്നിട്ട് തുറമുഖത്ത് ഈ ഇംഗ്ലീഷുകാരുടെ കപ്പലില് 342 തേയിലപ്പെട്ടികൾ നിറച്ച ഇംഗ്ലീഷ് കപ്പലുണ്ടായിരുന്നു. ഈ കപ്പലുകൾ എന്ത് ചെയ്തു? അതിൽ കയറിക്കൊണ്ട് ഈ ബോസ്റ്റണിൽ നിന്ന് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച കുറെ പേർ ചെന്ന് ഈ കപ്പലിൽ കയറിയിട്ട് ഈ 342 തേയിലപ്പെട്ടികളും കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. 1773 ഡിസംബർ മാസം 16 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി
ബന്ധപ്പെട്ട് നടന്നതാണ്. അടുത്ത നോക്കിക്കേ, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ അല്ലെ. അമേരിക്കൻ കോണ്ടിനെന്റ് എന്നിട്ട് എഴുതി വെക്കാം. അമേരിക്കൻ കോണ്ടിനെന്റ് ഒന്നാം കോണ്ടിനെന്റ്, രണ്ടാം കോണ്ടിനെന്റ്, മൂന്നാം കോണ്ടിനെന്റ്, 3 കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1774 എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. ഫിലാഡൽഫിയയിലാണ് 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. പിറ്റത്തെ വർഷം 1775 ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. 1776 ജൂലൈ മാസം 1776 മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ആ മൂന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് കേട്ടോ. അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് മൂന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനമായ 1776 അപ്പൊ 73, 74, 75, 76 അടുപ്പിച്ച വർഷങ്ങളാണ്. 73 ബോസ്റ്റൺ ടീ പാർട്ടി, 74 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ 74, 75, 76 മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. ഇനി പാരീസ് ഉടമ്പടി അല്ലെ. പാരീസ് ഉടമ്പടി എപ്പോഴാ പറഞ്ഞത്? പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി അല്ലെ. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അമേരിക്കക്കാര് സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ നമ്മൾ ഇന്ത്യക്കും സ്വാതന്ത്ര്യം തന്നിട്ട് മൗണ്ട് ബാറ്റൺ പ്ലാൻ ഒക്കെ തയ്യാറാക്കുന്നില്ലേ? അതേപോലെ തന്നെയാണ് ബ്രിട്ടൻ എന്ത് ചെയ്യാണ്? അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. 1783 പാരീസ് ഉടമ്പടി നടക്കുന്നത്. അടുത്തത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട്. എപ്പോഴാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്? 1789 ജൂൺ മാസം 20-ാം തീയതിയാണ്. 1789 ജൂൺ മാസം 20-ാം തീയതിയാണ് ഫ്രഞ്ച് വിപ്ലവം. 7, 8, 9 1789 ജൂൺ മാസം 20-ന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നിരിക്കുന്നു. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, എന്താണ് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ 3 എസ്റ്റേറ്റുകൾ ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് പറയുമ്പോൾ സാധാരണ ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പറയുമ്പോൾ വലിയ വലിയ ആൾക്കാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊക്കെ വരും. മൂന്നാമത്തേൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരാണ്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ പോയിട്ട് സമ്മേളിക്കുകയും ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ സാധാരണ ജനങ്ങളാണ്. അവർ ടെന്നീസ് കോർട്ടിൽ പോയിട്ട് സമ്മേളിച്ചുകൊണ്ട് ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്നും പിരിഞ്ഞു പോവുകയുള്ളൂ എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരു സ്ഥലമാണ് ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 ജൂൺ മാസം 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. അതേപോലെ തന്നെ ബാസ്റ്റൽ ജയിലില് തകർച്ച, അതേതുമായിട്ടാണ്? അതും ഏതുമാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റൽ കോട്ട ആക്രമണം, ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്? 1945 ഒക്ടോബർ മാസം 30-ാം തീയതിയാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകുന്നത് കേട്ടോ. ഇനി ഇന്ത്യക്ക് വേണ്ടി 1945 UN-ന്റെ ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? UN ചാർട്ടറിൽ സൈൻ ചെയ്യുന്നത് ആരാണ്? 1945 UN ചാർട്ടറിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്യുന്നത് ആരാണ്? സർ പി രാമസ്വാമി മുതലിയാർ ആണ്. ആരാണ്? രാമസ്വാമി മുതലിയാർ ആണ് 1945 UN ചാർട്ടറിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ UN-നോടെ അണ്ടർ സെക്രട്ടറി ആയ
യുഎന്നോടെ അണ്ടർ സെക്രട്ടറി ആയ യുഎന്നോടെ അണ്ടർ സെക്രട്ടറി ആയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആദ്യത്തെ ഇന്ത്യക്കാരൻ ശശി തരൂരാണ്. ആരാണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ? ശശി തരൂർ. അപ്പൊ ചോദ്യം നമ്മുടെ ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. അപ്പൊ UN ചാർട്ടറിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ്, അത് ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറും, യുഎന്നോടെ അണ്ടർ സെക്രട്ടറി പദവി വഹിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ശശി തരൂരുമാണ്. അതുപോലെ തന്നെ UN സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും കേട്ടോ. യുഎൻഒയിലേക്ക് അണ്ടർ സെക്രട്ടറി മാത്രമല്ല, യുഎൻഒയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ഇന്ത്യക്കാരനും ആര് തന്നെയാണ്? ശശി തരൂർ തന്നെയാണ്. ശശി തരൂരാണ് കേട്ടോ. അതേപോലെ തന്നെ യുഎനില് പൊതുസഭയുടെ പ്രസിഡന്റായ ഏക വനിത, പൊതുസഭ യുഎൻഒയില് യുഎൻഒയുടെ പൊതുസഭയുടെ പ്രസിഡന്റ് ആയ ഏക വനിത ആരാണ്? ഏക ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് കേട്ടോ. വിജയലക്ഷ്മി പണ്ഡിറ്റ്. യുഎൻഒയുടെ പൊതുസഭയുടെ പ്രസിഡന്റായ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഇനി യുഎൻഒയില് ആദ്യമായിട്ട് മലയാളത്തിൽ സംസാരിച്ച വ്യക്തി ആരാണ്? പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയാണ്. മാതാ അമൃതാനന്ദമയാണ് യുണൈറ്റഡ് നേഷൻ അല്ലെ UN ചാർട്ടർ, അതായത് യുഎൻഒയില് ഐക്യരാഷ്ട്ര സംഘടനയില് മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യത്തെ വ്യക്തിയാണ് മാതാ അമൃതാനന്ദമയ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതേപോലെ ഹിന്ദിയിൽ സംസാരിച്ചത് ആരാണ്? ഹിന്ദിയിൽ സംസാരിച്ചത് AB വാജ്പേയി ആണ് കേട്ടോ. ഹിന്ദിയിൽ സംസാരിച്ചത് AB വാജ്പേയി ആണ്. തമിഴിൽ ആരാണ്? തമിഴില് രാജപക്സെയാണ് കേട്ടോ. മഹീന്ദ രാജപക്സെയാണ് തമിഴില് എന്ത് ചെയ്തത്? പ്രസംഗിച്ചത് കേട്ടോ. അതേപോലെ തുടർച്ചയായിട്ട് 8 മണിക്കൂർ ഐക്യരാഷ്ട്ര സംഘടനയില് യുഎൻഒന്റെ ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായിട്ട് 8 മണിക്കൂർ പ്രസംഗിച്ച റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. ആരാണ്? VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് തുടർച്ചയായിട്ട് 8 മണിക്കൂർ പ്രസംഗിച്ച വ്യക്തി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. ഇന്ത്യക്ക് വേണ്ടിയിട്ട് 1945 UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറും, യുഎൻഒയുടെ അണ്ടർ സെക്രട്ടറി ആയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ശശി തരൂരും, യുഎൻഒയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ശശി തരൂര്, യുഎൻഒയുടെ പൊതുസഭയുടെ പ്രസിഡന്റായ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്, മലയാളത്തിൽ ആദ്യമായി സംസാരിച്ചത് മാതാ അമൃതാനന്ദമയി, ഹിന്ദിയിൽ AB വാജ്പേയി, തമിഴിലും മഹീന്ദ രാജപക്സെ. തുടർച്ചയായിട്ട് 8 മണിക്കൂർ പ്രസംഗിച്ചുകൊണ്ട് റെക്കോർഡ് നേടിയത് VK കൃഷ്ണമേനോനാണ്. ഓക്കെ, VK കൃഷ്ണമേനോനാണ്. ഇനി അതേപോലെ യുഎൻഒയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി, ചോദ്യങ്ങൾ ഈ അടുത്തടക്കം ചോദിച്ചിട്ടുണ്ട്. യുഎനിൽ നമുക്കറിയാം UN സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ യുഎൻഒയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി ആരാണ്? ഇവിടെ പഠിച്ചു വെക്കണേ. UN സെക്രട്ടറി ജനറൽ. ഓക്കെ, ആദ്യം ആരാണ്? ട്രിഗ്വേലി ആണ്. ആരാണ്? ട്രിഗ്വേലിയാണ് ആദ്യത്തെ UN സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് കേട്ടോ. UN സെക്രട്ടറി ജനറൽ ഈ അടുത്ത ഒരു എക്സാമിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത് ആരാണ്? ഡാഗ് ഹാമർ ഷോൾഡ് ആണ്. ആരാണ്? ഡാഗ് ഹാമർ ഷോൾഡ് കേട്ടോ. ഡാഗ് ഹാമർ ഷോൾഡ്. ട്രിഗ്വേലി നോർവേ ആണ് കേട്ടോ. ഇദ്ദേഹം സ്വീഡനാണ് കേട്ടോ. ട്രിഗ്വേലി. രണ്ടാമത്തത് ഡാഗ് ഹാമർ ഷോൾഡ് ആണ് കേട്ടോ. ഇനി 2017 മുതൽ ഇപ്പൊ 2026 വരെ അല്ലേ. ഇപ്പോ UN സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അന്റോണിയോ ഗുട്ടറൻസ് ആണ് കേട്ടോ. അന്റോണിയോ ഗുട്ടറൻസ് ആണ് ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ. വെരി ഇമ്പോർട്ടൻറ്റ്, കറണ്ട് അഫയറിൽ പഠിക്കണം. 2017 മുതൽ 2026 വരെ അന്റോണിയോ ഗുട്ടറൻസ് ആണ്. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്ന് പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗലാണ് കേട്ടോ.
പോർച്ചുഗലാണ്. അന്റോണിയോ ഗുട്ടറൻസ് പോർച്ചുഗലാണ്. പഠിച്ചു വെക്കണം കേട്ടോ. 2017 മുതൽ കേട്ടോ, 2017 മുതൽ ഇദ്ദേഹം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് തുടരുകയാണ്. അദ്ദേഹം അപ്പോൾ 2027 ജനുവരി 1 വരെ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ, UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ചോദിച്ച 2026 ആദ്യ ചോദ്യ പേപ്പറാണ്. 2026 ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ട് ചെയ്യുമ്പോൾ എന്താണ് കൺഫ്യൂഷൻ വരും. അങ്ങനെ കാരണം ഒരു അവയിൽ വരുവോ ആകില്ല. അതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ജോഗ്രഫി, ഒരു ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ. അതിപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പഠിച്ചു, അതിൽ നിന്ന് ഒരുപാട് അനുബന്ധ ഫാക്ട്സുകൾ ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യനായിട്ട് പഠിച്ച് പോകുമ്പോൾ വീണ്ടും ആ ക്വസ്റ്റ്യൻ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോഴേക്കും ആ ടോപ്പിക്കുകളൊക്കെ അവിടെ കവറായിട്ട് പോകും കേട്ടോ. ഒപ്പം കൂടുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക, താഴെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. താങ്ക് യു.